നമസ്തേ. നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്നത് ഒരു പീഡന കേസ്, ഒരു പോക്സോ കേസ്, ഒരു ആക്രമണം, ഒരു കൊലപാതകം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയാണ്. ഇന്നും നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലൊരു വിഷയം തന്നെയാണ്. സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇവൾക്കെല്ലാം ഇത് എന്തിന്റെ കേടാണ് എന്നുള്ളതാണ്. നോക്കൂ, കുട്ടിക്ക് പ്രേതബാധയുണ്ട്. അതിനെ അടിയന്തരമായിട്ട് ഒഴിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കുമെന്ന് പറയുകയാണ് അമ്മയുടെ സുഹൃത്ത്. അയാൾ ഒരു മന്ത്രവാദിയാണ് എന്നാണ് പറയുന്നത്. അമ്മയുടെ സുഹൃത്താണ്, മന്ത്രവാദിയാണ്. ഇയാള് ഈ സ്ത്രീയോട് ആ സ്ത്രീയുടെ മകൾക്ക് പ്രേതബാധയുണ്ട് എന്ന് പറഞ്ഞ് തന്റെ ഫാമിലേക്ക് ഒരു പൂജ നടത്താനാണ് എന്ന് പറഞ്ഞ് അയപ്പിക്കുകയാണ്. 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. 16 വയസ്സുകാരിയാണ്. ഈ 16 വയസ്സുകാരിയെ ഈ അമ്മ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു സിറാജ് എന്നാണ് ഈ മാന്ത്രികന്റെ പേര്. ഇവന് എന്ത് മന്ത്രവിദ്യയാണ് അറിയാവുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കയ്യിലിരിപ്പ് വെടിപ്പല്ല എന്നുള്ളത് ഈ ഒരു വിഷയം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇയാള് ഇത്തരത്തിൽ ഫാമിലേക്ക് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. പ്രേതബാധയാണല്ലോ, അത് ഒഴിപ്പിച്ചില്ലെങ്കിൽ ആകെ നാശകൂശമാവും, അമ്മയെ തന്നെ ഇല്ലാതെയാക്കും. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അമ്മ ഈ പെൺകുട്ടിയെ ഇയാളുടെ ഫാമിലേക്ക്, ചിറ്റൂരുള്ള ഫാമിലേക്ക് വിടുകയാണ്. ഇയാൾ ഒരു ഫാം നോക്കി നടത്തുകയാണ്. അവിടേക്ക് വിടുകയാണ്. അവിടെ വെച്ചാണ് ദുർമന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുന്നത്, ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കാര്യം ഒരമ്മയുടെ അടുത്ത് തന്റെ മകൾക്ക് പ്രേതബാധയുണ്ട് എന്നുള്ളത് ആൺ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഒരുവൻ പറയുമ്പോൾ അവനെ വിശ്വസിച്ച് ഇന്നത്തെ കാലത്തും ആ പെൺകുട്ടിയെ വിട്ട ആ അമ്മയെ, ആ സത്യം പറഞ്ഞ അമ്മ എന്നൊന്നും പറയാൻ പാടില്ല, ആ തള്ളയെ സത്യം പറഞ്ഞ ചാട്ടവാറിനടിക്കണം എന്നല്ലാതെ നമ്മൾ എന്ത് പറയാനാണ്. ഇതേ രീതിയിലുള്ള വാർത്തകളൊക്കെ നിരന്തരം വന്ന് കേട്ട് കണ്ട് 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 വായിച്ചും ഒക്കെ നമ്മളിൽ തല മരവിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് മക്കളെ എങ്ങനെ ധൈര്യത്തിൽ പുറത്തിറക്കുമെന്ന് പോലും അറിയാതെ, പൂട്ടിയിട്ട് വളർത്തണമോ എന്ന് പോലും മനസ്സിലാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോഴും ആൺ സുഹൃത്തും അമ്മയും, ആൺ സുഹൃത്ത് പറയുമ്പോ തന്നെ തന്റെ മകളെ ആ ഫാം ഹൗസിലേക്ക് അങ്ങോട്ട് വിടാൻ പറ്റിയ ഒരു മുതൽ. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അത് അറിയാണ്ടാണ്, വിശ്വാസത്തിന്റെ പേരിലാണ് എന്നൊക്കെ പറയാൻ കഴിയുന്നത്? ഒറ്റയ്ക്ക് തന്റെ മകളെ അവിടേക്ക് വിടണമെന്ന് പറയുമ്പോൾ പോലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെ എന്ത് തരം സ്ത്രീയാണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ പെൺമക്കളെ ആയിക്കോട്ടെ, ആൺമക്കളെ ആയിക്കോട്ടെ, ഇപ്പോ ആണും പെണ്ണും എന്നൊന്നും വേർതിരിവില്ല. അപ്പോ എങ്ങനെയാണ് ഈ മക്കളെ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് യാതൊരു കരുതലും ഇല്ലാതെ, നമ്മൾ കൂടെ ഇല്ലാതെ അയക്കുന്നത്? ഈ പെൺകുട്ടിയെ ഇയാൾ പറയുന്നത് കേട്ട് ഈ സ്ത്രീ അങ്ങോട്ടേക്ക് വിടുകയും അവളെ ക്രൂരമായിട്ട് ചൂഷണം ചെയ്യുകയുമാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് ഈ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം പറയുകയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, താൻ വിശ്വസിച്ച ആള് തന്റെ മകളെ ചൂഷണം ചെയ്തു എന്നറിഞ്ഞ് ഈ അമ്മ ചിറ്റൂർ പോലീസിൽ പരാതി കൊടുത്തു. ഈ പരാതിയെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോക്സോ വകുപ്പൊക്കെ ചുമത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിമാൻഡ് കൊണ്ട് ഈ വാർത്ത സത്യത്തിൽ ഇവിടെ തീർന്നു. ഇനി ആ പെൺകുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. അവൾക്കുണ്ടാവുന്ന ട്രോമ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നിരന്തരം ഇത്തരത്തിലുള്ള അമ്മമാർ ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനി ആൺസുഹൃത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ആൺസുഹൃത്തും അങ്ങനെ തന്നെ ആകണം എന്നൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ആൺസുഹൃത്ത് പറയുമ്പോൾ അത് ഏത് തരത്തിലുമുള്ള ആൺസുഹൃത്ത് ആയിക്കോട്ടെ, പറയുമ്പോൾ സ്വന്തം മക്കളെയൊക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വിട്ടു എന്ന് പറഞ്ഞാൽ അതിനൊന്നും നീതീകരണം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നിരന്തരം അല്ലെ ഈ എന്താ പറയാ, നിരന്തരം എന്നോണം ഇത്തരത്തിലുള്ള വാർത്തകൾ, അമ്മയുടെ ആൺസുഹൃത്ത് ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൺസുഹൃത്ത്, അച്ഛന്റെ പെൺസുഹൃത്ത് ഉപദ്രവിക്കുന്നു. എത്ര മക്കളുടെ ഭാവി തുലഞ്ഞുപോയ, എത്ര മക്കളെ നിഷ്കരുണം ഇല്ലാതെയാക്കിയ വാർത്തകളാണ് നമുക്ക് ചുറ്റോട് ചുറ്റും നമ്മൾ കേൾക്കുന്നത്.
ഈ കേൾക്കുന്ന വാർത്തകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഈ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവറ്റകളുടെയൊക്കെ തലയിൽ വല്ല കളിമണ്ണാണോ? ഇതൊക്കെ ഇത്രയധികം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്ന, സത്യത്തിൽ ഇത്രയും പഞ്ചപാവങ്ങളാണ് എന്നൊന്നും പറയാൻ വരുന്നത്. ഈ പഞ്ചപാവങ്ങളെ ഒന്നും സത്യം പറഞ്ഞാൽ വെച്ച് വാഴിക്കരുത്. സ്വന്തം മക്കളെ കൃത്യമായി നോക്കി വളർത്താൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്കറിയില്ല അപകടം എവിടെ പതിയിരിക്കുന്നു എന്നുള്ളത്. അത് ഏത് തരത്തിലുള്ള അപകടമായിക്കോട്ടെ. നമ്മൾ പറയുമല്ലോ, ഈ പറയുമ്പോ വണ്ടി ഓടിക്കുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയില്ലേ, മുറിയിൽ നിന്നാലും മരണം നമ്മളെ കൊണ്ടുപോകും. അത് നമ്മൾ അതിനുള്ള സമയമായെങ്കിൽ അതാവും. പക്ഷെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന വിനാശങ്ങളെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും അനേകം 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 വാർത്തകളാണ്. നമ്മൾ എടുത്തു നോക്കിയ ഇത്തരം വാർത്തകളുടെ പ്രളയം തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യും. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് സ്വന്തം കുട്ടികളെ വിടുന്നു എന്ന് പറയുമ്പോൾ, അറിയില്ല, ചിലര് ഇതിനൊക്കെ വേണ്ടി കൂട്ടുനിൽക്കുന്ന അമ്മമാര് വരെയുണ്ട്. ഇവളെയൊക്കെ അമ്മ എന്ന് വിളിക്കാമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല കേട്ടോ. ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടാണ്? എന്തിനാണ് ഈ മക്കളെയൊക്കെ ആൺസുഹൃത്തിന്റെ അടുത്തേക്ക് അയക്കുന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. പ്രേതബാധയുണ്ടെന്ന്. ഇനി നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെന്ന് തന്നെ വെക്കുക. നിങ്ങൾക്ക്, നമ്മൾ പറയില്ലേ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമെന്ന്. അത്രയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഇനി അതുമല്ല, ആ കുട്ടിക്ക് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായോ? ഒരാൾ തന്റെ മകൾക്ക് ഇന്ന പോലെ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ സെൻസിൽ ചിന്തിച്ചൂടെ, അവൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടോ, ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണോ, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണോ, അത്തരത്തിൽ മകൾക്ക് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസമോ സ്വഭാവ വ്യത്യാസമോ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം ആലോചിച്ച് ചെയ്യേണ്ട, വിവേചന ബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യമല്ലേ? ഇനി അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒരാളുടെ പ്രേതബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോലും, അങ്ങനെയും വരാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ, ഇത് ആൺസുഹൃത്താണ്, ആൺസുഹൃത്ത് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതും ഈ 16 വയസ്സുള്ള മകളെ വിളിക്കുമ്പോൾ, എന്നാ പിന്നെ പ്രേതബാധ നിന്റെ ഒഴിപ്പിക്കട്ടെ മോളെ എന്നും പറഞ്ഞ് തള്ളി വിടൂ. ഇന്ന് ഒരു പൊടിക്കുഞ്ഞിനെ പോലും നമുക്കൊരു വിശ്വാസത്തിൽ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതൊക്കെ ഇവളുമാർക്ക് അറിയാൻ പാടില്ലേ? അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരുന്നു? നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളുണ്ട് ഇന്ന്. അത്തരത്തിൽ സ്വഭാവപരമായിട്ടോ ഒക്കെ പെരുമാറ്റത്തിലോ ഒക്കെ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഇല്ലേ? നിങ്ങൾ ഇത്തരത്തിലുള്ള ബാധകൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് പോകണോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ട്രീറ്റ്മെന്റിന് പോയിട്ട് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങനെയാണെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൂടെ, അങ്ങനെ പോലും കൊണ്ടുപോകാൻ പാടില്ല. ഇനി അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്തൂടെ? കാരണം ഈ ട്രീറ്റ്മെന്റിന് എത്തുമ്പോഴേക്കും ഡോക്ടർമാർ പറയുമ്പോൾ കുറച്ച് മൂളയുണ്ടെങ്കിൽ അത് തലയ്ക്ക് കയറുമല്ലോ. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം രക്ഷപ്പെടില്ലേ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അമ്മമാർക്കൊക്കെയും ഒടുവിലുണ്ടാകുന്ന ജീവിത വ്യത എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത തരത്തിലുള്ളതായിരിക്കും. ഇനി ഈ കുഞ്ഞിന്റെ ഈ ഒരു ബുദ്ധിമുട്ടും ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള ട്രോമയും ഒക്കെ അനുഭവിച്ചു വേണം അവളിനി ഈ ഒരു ഭാവിയിൽ മുഴുവൻ ജീവിക്കാനായിട്ട്. ഇത് മാറ്റിക്കൊടുക്കാൻ ഒരമ്മയെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് കഴിയും? ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ എന്താണ് തോന്നുന്നത്? കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.